ഹായ്, നമസ്കാരം. എല്ലാവർക്കും വിപിൻ ദാസാണ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കമ്പനിയും ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാൻഡ് ലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ വൺ ഓഫ് ദ ടോപ്പ് പോളിസി ആയിട്ടുള്ള ഹെൽത്ത് അഷ്വർ പോളിസിയിൽ എങ്ങനെയാണ് നോ ക്ലെയിം ബോണസ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വീട്ടിലോട്ട് പോകാം. അതായത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ വൺ ഓഫ് ദ ടോപ്പ് പ്ലാനാണ് ഹെൽത്ത് അഷ്വർ എന്ന് പറയുന്നത്. ഹെൽത്ത് അഷ്വറിൽ നോ ക്ലെയിം ബോണസ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്ലെയിം ഇല്ലാത്ത ഓരോ വർഷവും 25% വെച്ചിട്ടാണ് നമ്മുടെ സം ഇൻഷ്യൂർഡിൻ്റെ 25% ആണ് ക്ലെയിം ഇല്ലാത്ത ഓരോ വർഷവും ബോണസായിട്ട് വർദ്ധിക്കുന്നത്. അതായത് ക്ലെയിം ഫ്രീ ഇയർ ആയിട്ടുള്ള ഓരോ വർഷവും നമ്മൾ എടുത്തിരിക്കുന്ന സം ഇൻഷ്യൂർഡ് തുകയുടെ 25% വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ മാക്സിമം 100% വരെയാണ് വർദ്ധിക്കുക. നമ്മൾ ഒരു വർഷം 25, അടുത്ത വർഷം 25, അടുത്ത വർഷം വീണ്ടും 25, അടുത്ത വർഷം 25, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 4 വർഷം ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത് എങ്കിൽ 4 വർഷം കൊണ്ട് നമ്മളെടുത്ത എമൗണ്ട് ഡബിളായിട്ട് മാറും. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസിയാണ് എടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇയർ ക്ലെയിം ഒന്നുമില്ല, സെക്കൻഡ് ഇയർ 25% വർദ്ധിച്ചിട്ട് 12,50,000 മാറും. അങ്ങനെ ഓരോ വർഷവും നമ്മൾ എടുത്തിരിക്കുന്ന സം ഇൻഷ്യൂർഡ് 25% വർദ്ധിക്കും. അങ്ങനെ മാക്സിമം ഒരു 10 ലക്ഷം എടുത്ത കസ്റ്റമർ ആണെങ്കിൽ അത് 20 ലക്ഷം രൂപ വരെയായിട്ട് മാറും. ഓക്കെ, അതുകൂടാതെ നമുക്ക് 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു, ഫസ്റ്റ് ഇയർ ക്ലെയിം ഒന്നും സംഭവിച്ചിട്ടില്ല, രണ്ടാമത്തെ വർഷം നമ്മൾ പോളിസി പുതുക്കുമ്പോൾ നമുക്ക് 12,50,000 രൂപയുടെ കവറേജ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് രണ്ടാമത്തെ വർഷം നമുക്കൊരു ക്ലെയിം വന്നു. സം ഇൻഷ്യൂർഡ് താഴെയാണ് നമ്മുടെ ക്ലെയിം, അതായത് 10 ലക്ഷത്തിൽ താഴെയുള്ളൊരു ക്ലെയിം വന്നു, നമുക്ക് ക്ലെയിം കിട്ടി. മൂന്നാമത്തെ വർഷം നമ്മൾ പുതുക്കുമല്ലോ. മൂന്നാമത്തെ വർഷം നമ്മൾ പുതുക്കുന്ന സമയത്ത് നമുക്ക് നോ ക്ലെയിം ബോണസ് ഉണ്ടാവില്ല. അതാണ് ക്ലെയിം ഇല്ലാത്ത വർഷമാണ് ബോണസ് കിട്ടുക എന്ന് പറഞ്ഞത്. അപ്പോൾ ക്ലെയിം ഉള്ളത് കൊണ്ട് നമുക്ക് ആ വർഷം ബോണസ് ഉണ്ടാവില്ല. അപ്പോൾ ആ വർഷം നമ്മുടെ ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ സം ഇൻഷ്യൂർഡ് പ്ലസ് ബോണസ് എന്ന് പറയുന്നത് 10 ലക്ഷം സം ഇൻഷ്യൂർഡ് പ്ലസ് അതിന് തൊട്ട് മുന്നത്തെ വർഷത്തെ 2,50,000, ടോട്ടൽ 12,50,000 രൂപയുടെ കവറേജ് നമുക്ക് ആ വർഷം ഉണ്ടാവും. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ തന്നെ രണ്ടാമത്തെ വർഷം ക്ലെയിം വന്നു, ഫസ്റ്റ് ഇയർ പോളിസി എടുത്തു, പുതുക്കി, രണ്ടാമത്തെ വർഷം 12,50,000 ടോട്ടൽ എമൗണ്ട് ഉള്ളത്. ആ വർഷം നമ്മുടെ സം ഇൻഷ്യൂർഡിന് മുകളിൽ നമുക്കൊരു ക്ലെയിം വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, സം ഇൻഷ്യൂർഡിന് മുകളിൽ നമുക്കൊരു ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ തൊട്ട് മൂന്നാമത്തെ വർഷം നമ്മൾ പോളിസി പുതുക്കുന്ന സമയത്ത് നമ്മുടെ നോ ക്ലെയിം ബോണസ്, പ്രീവിയസ് ഇയർ നോ ക്ലെയിം ബോണസ് നമുക്ക് ഉണ്ടാവില്ല. ആ വർഷം നോ ക്ലെയിം ബോണസ് എങ്ങനെ ഉണ്ടാവില്ല, പ്രീവിയസ് ഇയറിലെ നോ ക്ലെയിം ബോണസ് നമുക്ക് കിട്ടില്ല. ബേസ് ആയിട്ട് സം ഇൻഷ്യൂർഡ് തുക മാത്രമേ നമുക്ക് മൂന്നാമത്തെ വർഷം നമ്മുടെ പ്ലാൻ്റെ ഒപ്പം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നോ ക്ലെയിം ബോണസിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. എവറി ഇയർ 25% വർദ്ധിക്കും. സം ഇൻഷ്യൂർഡിന് മുകളിൽ ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ തലേ വർഷത്തെ നോ ക്ലെയിം ബോണസ് നമുക്ക് ക്യാരി ഫോർവേഡ് ആവില്ല. സം ഇൻഷ്യൂർഡ് താഴെയാണെങ്കിൽ തലേത് വർഷത്തെ നോ ക്ലെയിം ബോണസ് നമ്മുടെ പ്ലാൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം 100% വരെ വർദ്ധിക്കും. അപ്പോൾ ഇതാണ് അഷ്വർ പോളിസിയിലെ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി നമുക്ക് കാണാം. താങ്ക് യു, ടേക്ക് കെയർ.